ഈ ഓണത്തിന് പച്ചക്കറികൾ ഉപയോഗിച്ച് ഒരു അവിയൽ പായസം ഉണ്ടാക്കുക. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓണം സ്പെഷ്യലായിട്ട് ഞാനിന്നൊരു അവിയൽ പായസമാണ് ഉണ്ടാക്കാൻ വന്നുള്ളത്. അപ്പം എല്ലാ അവിയൽ കഷ്ണങ്ങളും എടുത്തിട്ട് കുക്കറിൽ വേവിച്ചിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം. ഞാനൊരു പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അവിയലിൻ്റെ കഷ്ണങ്ങളായതുകൊണ്ട് എല്ലാ കഷ്ണങ്ങളും ഇടണമല്ലോ. എന്നിട്ടൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുക്കറിൽ അടച്ച് വേവിക്കുക. കുക്കറിൽ അടിച്ചെടുത്ത കഷ്ണങ്ങൾ ഇതേപോലെ നന്നായി ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം മറ്റൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം അവിയൽ കഷ്ണങ്ങൾ ഉടച്ചതിട്ട് ശർക്കര പാനി ഒഴിച്ച് നന്നായി കുറുക്കിയെടുക്കുക. എന്നതിന് ശേഷം ഇപ്പോൾ അവിയൽ കഷ്ണങ്ങൾ ഉടഞ്ഞതും ശർക്കര പാനി നന്നായി കുറുകി വന്നിട്ടുണ്ട്. എന്നതിന് ശേഷം ഞാൻ 2-ാം പാലും 3-ാം പാലും ഒഴിക്കും. ഇനി നന്നായി കുറുകി വരട്ടെ. വീണ്ടും ഈ പായസത്തിലേക്ക് 1 ടീസ്പൂണ് ചുക്കും നല്ല ജീരകം പൊടിച്ച് പൊടിയിലാക്കാം. മതി. ഇനി നന്നായി ഇളക്കി കൊടുക്കും. ഈ പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിച്ച് നല്ല ഇളക്കി ഇതായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കണതിന് മുന്നേ ഒരു ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതിടുക. അവിയൽ പായസത്തിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റാണ് മുരിങ്ങക്കായുടെ പൾപ്പും കുരുവും വാട്ടിയിട്ട് ഇടുക. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അത് ഇടുക. അപ്പോൾ അവിയൽ പായസം റെഡി.